ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ പാക്കാണ്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്താൽ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും ഒരു സാധനവും വാങ്ങേണ്ടതില്ല. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ കപ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ കപ്പെന്ന് പറഞ്ഞാൽ സാധാരണ ഗ്ലാസ് ആകുമ്പോൾ ഒരു 1.5 ഗ്ലാസോളം വെള്ളമുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേയില അഥവാ ചായപ്പൊടി ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ കമ്പനി ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഏതാണ്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ ചായപ്പൊടി അതിലേക്ക് ഇടാം. സാധാരണ ചായ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചായപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ചായപ്പൊടിയുടെ ടാനിനൊക്കെ നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങി വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു വലിയ കപ്പ് ചായ ഒരു 3/4 കപ്പ് ആകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. എന്നാലേ ഈ ഒരു പാക്കിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇത്രയും സമയം തിളപ്പിച്ചാൽ തേയിലയിലെ നിറം നൽകുന്ന ഘടകമായ ടാനിനൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഒരു 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറ് തേയില വെള്ളമാണ് ഇതുള്ളത്. ഇത് നമുക്ക് 2-3 വിധത്തിൽ പാക്കായിട്ട് യൂസ് ചെയ്യാം. ഈ തേയില വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം വെറുതെ തലയിൽ തേച്ചാലും ഹെയറിന് വളരെ നല്ലതാണ്. പക്ഷേ ഞാൻ ആ ഒരു രീതിയിലല്ല ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട്. ചുവപ്പ് ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഏത് കളർ ചെമ്പരത്തി ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയാണെങ്കിൽ നന്നായി കഴുകിയെടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായതായതുകൊണ്ട് അങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്താലും മതിയാകും. പിന്നെ പ്രാണികളൊന്നും കാര്യമായിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് വാഷ് ചെയ്താൽ മതിയാകുമെന്ന് പറയുന്നത്. പ്രാണികൾ ചിലന്തി അങ്ങനെയൊക്കെയുള്ള ആ ഒരു കറിവേപ്പിലയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. ഇതിപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേയില വെള്ളമാണ്. തേയില വെള്ളം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. തീരെ ചായപ്പൊടിയുടെ അംശമൊന്നും ഇല്ലാതെയാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. തേയില വെള്ളം തലയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം വെറുതെ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ നല്ല ഷൈനിങ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് തേയില വെള്ളം എടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും ചെമ്പരത്തിയിലയും പിന്നെ ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേയില വെള്ളത്തിൽ പകുതിയെടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ ഒരു പാക്ക് തയ്യാറാക്കുമ്പോൾ വെള്ളം ചേർക്കുന്നില്ല. അതിന് പകരമാണ് ഈ തേയില വെള്ളം ഇതിലേക്ക് ചേർക്കുന്നത്. ബാക്കി തേയില വെള്ളം വീണ്ടും ആവശ്യമുണ്ടാവും. അതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ ഈ കറിവേപ്പിലയും ചെമ്പരത്തിയിലയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ബാക്കി വന്ന തേയില വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു ഹെയർ പാക്ക് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. കാരണം നമ്മളിത് അരമണിക്കൂർ ഹെയറിലിട്ടിട്ട് വെയിറ്റ് ചെയ്യണം. അരമണിക്കൂർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കുറച്ച് ലൂസി കൺസിസ്റ്റൻസിയിലാക്കുന്നത്. കാരണം കുറച്ച് തിക്കായിട്ടുണ്ടെങ്കിൽ മുടിയിൽ ഒട്ടി പിടിച്ച് കഴുകിക്കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എണ്ണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്പം എണ്ണ യൂസ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ നന്നായിട്ട് കഴുകിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് തീരെ ഈ ഒരു പാക്കിൻ്റെ അംശമൊന്നും തലയിലില്ലാത്ത വിധത്തിൽ തന്നെ കഴുകിക്കളയുക. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും താരം കൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചലിന് വളരെ നല്ലൊരു റെമഡിയാണിത്. ചെയ്തെടുക്കാനും എളുപ്പമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.
പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം നിഞ്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.